ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫൈനലി നമ്മുടെ സിയാറ വന്നിരിക്കുകയാണ്. സിയാറയുടെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയ അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയന്റ് ആണ്. സിയാറയുടെ ടോപ്പ് എൻഡിൽ സെഗ്മെന്റിലെ ബെസ്റ്റ് പ്രീമിയം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സിയാറയുടെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്? പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെയുള്ള പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ സിയാറയുടെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സിയാറയിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കളർ ഈ ആൻഡമാൻ അഡ്വഞ്ചർ എന്ന് പറയുന്ന യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനിൽ നിന്നുള്ള കളറാണ്. ഒരു യെല്ലോയിഷ് തീമാണിത്, പക്ഷേ ടാറ്റ ഈ കളറിന് കൊടുത്തിരിക്കുന്ന പേരാണ് ആൻഡമാൻ അഡ്വഞ്ചർ എന്ന്. പുതിയ സിയാറയിൽ ഏറ്റവും കൂടുതൽ റോഡ് പ്രസൻസ് തരുന്ന ഒരു കളറും ഇത് തന്നെയാണ്. ഇതിൽ ആ ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ നല്ല സ്ട്രൈക്കിംഗ് ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. സെഗ്മെന്റിലെ ഏറ്റവും വലിപ്പമുള്ള ഒരു വാഹനം നമ്മളുടെ സിയാറയാണ്. നമുക്കിങ്ങനെ ഷോറൂമിൽ കിടക്കുന്നതല്ല, നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിലല്ല, വാഹനം റിയൽ ആയിട്ടൊന്ന് പോയി കാണാം. സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളായ ഗ്രാൻഡ് വിറ്റാര, ക്രെറ്റയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു മാസീവായിട്ടുള്ള വാഹനമായിട്ട് നമുക്ക് സിയാറ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇതുവരെ ടാറ്റയിൽ നിന്ന് വന്നേക്കണതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ഡിസൈൻ നമുക്ക് സിയാറയുടെ ഡിസൈനിനെ വിളിക്കാം. പക്ക ഒരു SUV സ്റ്റാൻസ് എന്നാൽ ഒരു എലഗൻ ഡിസൈൻ നമുക്ക് പറയേണ്ടി വരും. ഇപ്പൊ ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ സിയാറ എന്ന് പറഞ്ഞ ലെറ്ററിംഗ് തന്നെ കാണാൻ നല്ല ഒരു പ്രീമിയം ലുക്കിംഗ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെയായിട്ടാണ് ടാറ്റയുടെ ലോഗോ വരുന്നത്. ടോപ്പിലായിട്ട് നമുക്ക് കണക്റ്റഡ് DRL കാണാം. സെഗ്മെന്റിലെ സ്ലിമ്മസ്റ്റ് DRL ആണ് നമ്മളുടെ സിയാറയിൽ വന്നിരിക്കുന്നത്. അത് ഒരു ഒറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് സെഗ്മെന്റിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഈ ഹെഡ്ലൈറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഒരു 80 കിലോമീറ്റർ സ്പീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ബ്രൈറ്റ് കൂടും. സ്ലിമ്മസ്റ്റ് ആണെങ്കിലും നല്ല പവർഫുൾ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആയിട്ടാണ് അത് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. പ്രൊജക്റ്റഡ് ഫോഗ് ലാംപ്സ് ആണ്. അത് കോർണറിംഗ് ഫംഗ്ഷനോട് കൂടി ഫോഗ് ലാമ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഫോഗ് ലാമ്പിന് ചുറ്റുമെല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കാണാം. ഫ്രണ്ടിലെ ആ ഗ്രില്ലിന്റെ പോർഷൻ ആണെങ്കിലും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ടാറ്റ ലോഗോന്റെ താഴെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ 360 ക്യാമറയുടെ ഒരു ക്യാമറ ലെൻസ് കാണാം. താഴേക്ക് വന്നാൽ ഫ്രണ്ടിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആ ഒരു യെല്ലോ പോർഷന്റെ താഴെയായിട്ട് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഈ എയർ ഡാമിന്റെ പോർഷൻ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ്. ഹഡാസിന്റെ ആ ഒരു യൂണിറ്റ് ഇവിടെ കാണാനായിട്ട് പറ്റും. അതിന് താഴേക്ക് വന്നാൽ നമുക്കൊരു ഗ്ലോസി സിൽവർ ഫിനിഷിലാണ് സ്കിപ്പ് ചെയ്ത് പോലെ തോന്നിക്കുന്ന ഭാഗം വരുന്നത്. 205 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. ഒരു പക്ക പ്രീമിയം കാർന്ന് ഒറ്റ നോട്ടത്തിൽ ഈ വാഹനം നമുക്ക് ഫീൽ ചെയ്യും. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിന്റെ യഥാർത്ഥ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുക. സെഗ്മെന്റിലെ ഏറ്റവും ബിഗസ്റ്റ് കാർ തന്നെയാണ്. ഇപ്പോൾ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4340 mm ആണ് സിയാറയുടെ ലെങ്ത് വരുന്നത്. വീൽ ബേസ് മാത്രം നമുക്ക് 2730 mm വരുന്നുണ്ട്. വിഡ്ത്ത് ആണെങ്കിൽ 1841 വീൽ ഹൈറ്റ് 1715 mm. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ക്രെറ്റയായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ക്രെറ്റയുടെ ലെങ്ത് വരുന്നത് 4330 ഉള്ളൂ. അതായത് സിയാറേനേക്കാളും 10 mm കുറവാണ്. വീൽ ബേസ് ആണെങ്കിൽ 2610 ഉള്ളൂ. സിയാറയ്ക്ക് നമുക്ക് 2730, അതായത് 120 mm വീൽ ബേസ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ വിഡ്ത്ത് ആണെങ്കിൽ 1790 ആണ് ക്രെറ്റ, ഹൈറ്റ് 1635 ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫിഗേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് എന്തോരം വലിപ്പമുള്ള ഒരു വാഹനമാണെന്ന് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് സിയാറ വീഡിയോയിലല്ല, റിയൽ ആയിട്ട് നിങ്ങളൊരു ഷോറൂമിൽ പോയി കാണുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അലോയ്സിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ 90 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു അലോയ്സ് ഒരു EV വാഹനങ്ങൾ ഇൻസ്പയർഡ് ഡിസൈൻ എന്നൊക്കെ പറയേണ്ടി വരും. ഇതിനകത്ത് ഈ ഒരു പോർഷൻ നമുക്ക് റിമൂവബിൾ ആണ്. അത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കാണാൻ ഭംഗിയുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. 90 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 255, 55 or 19 ആണ് ടയർ സൈസ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ബേസ് വേരിയന്റിൽ 17 ഇഞ്ച് സ്റ്റീൽ വീൽസും അഡ്വഞ്ചർ വേരിയന്റിൽ നമുക്ക് 18 ഇഞ്ച് വീൽസും ആണ് വരുന്നത്. ഈ അക്കംപ്ലിഷ്ഡ് പ്ലസിലേക്ക് വരുമ്പോഴാണ് നമുക്ക് 19 ഇഞ്ച് വീൽസ് കൊടുത്തിരിക്കുന്നത്. അത് ബേസ് വേരിയന്റ് തൊട്ടേ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ഒക്കെ സ്റ്റാൻഡേർഡ് ആണ്. ഈ ഒരു പോർഷൻസ്, അതായത് നമ്മളുടെ ഈ വീലാർച്ചിന്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ലുക്ക്. വശങ്ങളിൽ ഈ യെല്ലോ കളറിൽ ശരിക്കും മാച്ച് ആവുന്ന രീതിയിലാണ് വശങ്ങളിലെ ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത്. അത് വശങ്ങളിലൊക്കെ അത്യാവശ്യം കട്ടിയുള്ള രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് സിയാറ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. അതെന്താണ് നല്ലൊരു പ്രീമിയം ടച്ച് തരുന്ന രീതിയിലാണ് വരുന്നത്. മിറേഴ്സ് നമ്മൾ മറ്റ് ടാറ്റ വാഹനങ്ങളിൽ കണ്ടിരുന്ന സെയിം മിറേഴ്സ് തന്നെയാണ്. അതിനകത്ത് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. 360 ക്യാമറ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് പുഷ് ടു ഓപ്പൺ ആണ്.
ഡോർ ഹാൻഡിൽസ് വരുന്നത്. അത് ഫ്ലഷ് ടു ഓപ്പൺ ഡോർ ഹാൻഡിൽസ് ആണ്. അതിനകത്തൊരു ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, നമ്മളുടെ റിക്വസ്റ്റ് സെൻസർ കൊടുത്തിരിക്കുന്നു. ഗ്ലാസുകൾക്കൊരു പ്രത്യേകം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഒരു ഫ്രെയിംലെസ് എന്നുള്ള രീതിയിലാണ് ആ ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നത്. താഴെ വിൻഡോ ലൈനോ ക്രോം ലൈൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്ലെയിൻ ഗ്ലാസുകളാണ്, UV കട്ട് ഗ്ലാസുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ സെഗ്മെന്റിലെ ബിഗസ്റ്റ് സൺറൂഫ് വരുന്നത് നമ്മളുടെ CRL തന്നെയാണ്. ഒരു മാസീവായിട്ടുള്ള സൺറൂഫ് തന്നെ കാണാം. അതിനോട് ചേർന്ന് നമുക്ക് റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നു. അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഈ ഒരു പോർഷനിൽ അത്യാവശ്യം വീതി ഉള്ള ഒരു ഡിസൈനാണ് വരുന്നത്. അത് എന്തായാലും ഒരു കാണാൻ ഒരു ഡിഫറെന്റ് ലുക്കാണ് ഈ വാഹനം തരുന്നത്. അത് യെല്ലോ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്ലഷ് ടു ഓപ്പൺ ഡോർ ഹാൻഡിൽസ് കാണാം. ബാക്കിൽ നമുക്ക് ആ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു വിൻഡോ കാണാം. അതിനോട് ചേർന്ന് ഒരു ക്വാർട്ടർ ഗ്ലാസും അതിനോട് വീണ്ടും ഒരു വലിപ്പമുള്ള ഗ്ലാസ് ബാക്കിൽ ക്വാർട്ടർ ഗ്ലാസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. വിൻഡോ കട്ട് ചെയ്ത് ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് പീസും കൂടി വരുന്നുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈൻ, പക്ക ഡിഫൻഡർ എന്ന് തന്നെ പറയേണ്ടി വരും. ഡിഫൻഡറിന്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈൻ എന്നാണ് ഒറ്റനോട്ടത്തിൽ പറയാനായിട്ട് പറ്റുള്ളൂ. അത് കുറച്ചുകൂടി ആക്സസറീസും കൂടിയൊക്കെ വശങ്ങളിലെ ബോക്സ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തനി ഡിഫൻഡർ. ഇനി മറ്റു ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ സ്പോയിലർ പോലെ തോന്നുന്ന രീതിയിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അത് ആ ടോപ്പ് പോർഷൻ നമുക്ക് ആ യെല്ലോ കളർ ടോൺ വരുന്നുണ്ട്. അതിന് താഴെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ബാക്ക് വൈപ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ബേസ് വേരിയന്റ് എടുത്തു കഴിഞ്ഞാലും ബാക്ക് വൈപ്പർ ഇല്ല എങ്കിലും ഇപ്പൊ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ വൈപ്പർ ഉണ്ടോ ഇല്ലോ എന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം അത് ഇതിന്റെ അകത്ത് ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡിഫോഗറുള്ള ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നു. ഒരു കണക്റ്റഡ് ടെയിലൈറ്റ് ആണ് ബാക്കിൽ വരുന്നത്. അതും ഒരു സിംഗിൾ സ്ട്രിപ്പ് LED എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഈ ഒരു പോർഷൻ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അതുപോലെ തന്നെ ഈ കോർണറിൽ ഈ ഇൻഡിക്കേഷൻ ലൈറ്റിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് നമുക്ക് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതും ഫുൾ LED യൂണിറ്റ് ആണ് ബാക്കിൽ വരുന്നത്. നമുക്ക് നടുക്ക് ടാറ്റയുടെ ലോഗോ CR എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ്. ബാക്കിലേക്ക് നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്ടേഴ്സും കാണാനായിട്ട് പറ്റും. ബാക്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ട് താഴെ ഒരു സിൽവർ ഫിനിഷിൽ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ മാഗ്നറ്റിക് സെൻസർ വരുന്നുണ്ട്. ഓട്ടോ ടെയിൽ ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓപ്പൺ ആയി ഇങ്ങനെ പതുക്കെ പൊങ്ങി വരുന്നത് കാണാം. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ സെഗ്മെന്റിലെ ബിഗസ്റ്റ് ബൂട്ട് വരുന്നത് നമ്മുടെ CRLാണ്. 622 ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ക്രെറ്റയിലെ ബൂട്ടുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം, 431. ക്രെറ്റേനേക്കാളും ഏകദേശം 190 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് CRL കൂടുതൽ വരുന്നുണ്ട്. പാഴ്സൽ ട്രേ വരുന്നുണ്ട്. പാഴ്സൽ ട്രേ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു സബ് വൂഫർ കാണാം, JBLന്റെ ബാഡ്ജിങ്ങോട് കൂടി. ഇവിടേക്ക് വന്നാൽ നമുക്ക് ബൂട്ട് ലൈറ്റ് 12 വോട്ടിന്റെ ഒരു സോക്കറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സ്പെയർ വീല് ഇവിടെയല്ല കൊടുത്തിരിക്കുന്നത്. സ്പെയർ വീല് വാഹനത്തിന്റെ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിനും ഒരു പ്രത്യേകതയുണ്ട്. ടാറ്റയുടെ തന്നെ ഇനി വരാൻ പോകുന്ന ഹൈബ്രിഡ് വാഹനങ്ങളിലും EVയിലും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് CRL ടാറ്റ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ലൈറ്റ് കാര്യങ്ങൾ കാണാം. നമ്മളിപ്പോൾ രാത്രി സമയങ്ങളിൽ ബൂട്ട് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ് എങ്കിൽ ബാക്കിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു ലൈറ്റ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഹസാർഡ് ഇടുന്ന സമയത്ത് ഹസാർഡായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ടെയിൽ ഗേറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതാണ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബൂട്ട് തനിയെ ക്ലോസ് ആവുന്നത് കാണാം. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം പറഞ്ഞ പോലെ ഫ്ലഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഡോറുകൾ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഡോറുകൾ തന്നെയാണ് ടാറ്റ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഡുവൽ ടോൺ ഇന്റീരിയർ കൊടുത്തിരിക്കുന്നു. ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഇന്റീരിയർ വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഇതുവരെ ടാറ്റയുടെ വാഹനങ്ങളിൽ കാണാത്ത ഒരു ഡിസൈൻ എലമെന്റ് ഡോർ പാഡിലും വരുന്നത്. ഇവിടെയെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ കാണാം. ഇത് നമ്മളുടെ മിറേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ഇതൊരു മൗസ് പാഡ് പോലെ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ വരുന്നു. താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ്. ഇവിടെ നമുക്കൊരു റിഫ്ലക്ടേഴ്സ് അല്ലെങ്കിൽ റിഫ്ലക്ടർ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് കാണാം. അതിനകത്ത് JBLന്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ഒരു പ്രീമിയം സിൽവർ ഫിനിഷിൽ കാണാനായിട്ട് വരും. ഈ പോർഷൻസിലെല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടർ അതിന്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ ഓട്ടോ ടെയിൽ ഗേറ്റ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ടെറൈൻ മോഡുകൾ, ഡ്രൈവ് മോഡുകൾ കൊടുത്തിരിക്കുന്നു. ഓട്ടോ ഹോൾഡിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഡ്രൈവ് മോഡുകൾ, സ്പോർട്സ്, സിറ്റി ഡ്രൈവ് മോഡുകളുടെ ഓപ്ഷൻ ബട്ടണും ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം ഒരു പ്രീമിയം ഫിനിഷ് കിട്ടുന്ന ഒരു ഫാബ്രിക് പോലെ തോന്നിക്കുന്ന മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സെഗ്മെന്റിൽ ആദ്യമായിട്ട് നമ്മളുടെ
ടൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ നമുക്ക് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവറിൽ കൊടുത്തിട്ടുണ്ട്. ലെതർ വെന്റിലേറ്റഡ് സീറ്റുകളാണ് വരുന്നത്. സീറ്റുകളുടെ ഫിനിഷ് ഒരു വൈറ്റ് തീമിലാണ് സീറ്റിന്റെ ഒരു ഫിനിഷും വരുന്നത്. സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റുകളാണ്. 3 മെമ്മറി ഫംഗ്ഷനും അതിനകത്ത് കൊടുത്തിരിക്കുന്നു. സീറ്റ് വെന്റിലേഷന്റെ ബട്ടണും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പെഡൽ കാണാം. നമുക്കിവിടെ ഹുഡ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. പുതിയ സിയാറയുടെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സെഗ്മെന്റിലെ ബെസ്റ്റ് ആൻഡ് പ്രീമിയം ഇന്റീരിയർ ഇപ്പോൾ നമ്മുടെ സിയാറയിലാണെന്ന് പറയാം. അത് എടുത്തു പറയേണ്ട കാര്യം ഈ ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് ആണ്. നമ്മൾ മഹീന്ദ്രയുടെ EV വാഹനങ്ങൾ കണ്ട സെയിം ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് നമുക്കിപ്പോൾ സിയാറയിൽ വരുന്നുണ്ട്. 3 12.35 ഇഞ്ചിന്റെ സ്ക്രീനുകളാണ്. ഒന്നൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, പിന്നെ നമ്മുടെ AC കൺട്രോളുകളും, പിന്നെ നമ്മുടെ ഇൻഫർടൈൻമെന്റ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സ്ക്രീൻ, കോ ഡ്രൈവർ പാസഞ്ചറിന് കൺട്രോൾ ചെയ്യാനായിട്ട് ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീഡിയോസ്, സോങ്സ് കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാൻ, യൂട്യൂബ് വീഡിയോ കാണാനൊക്കെ ആയിട്ട് വേറൊരു ഡെഡിക്കേറ്റഡ് സ്ക്രീനും കൊടുത്തിരിക്കുന്നു. അങ്ങനെ ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ടാണ് വരുന്നത്. ഈ ട്രിപ്പിൾ സ്ക്രീൻ നമുക്ക് അക്കംപ്ലിഷ്ഡ് പ്ലസ് എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റിൽ മാത്രമാണ് വരുന്നത്. തൊട്ട് താഴെയുള്ള അക്കംപ്ലിഷ്ഡ് വേരിയന്റിൽ നമുക്ക് ഡ്യുവൽ സ്ക്രീന് പ്ലസ് ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ഒരു ഫീച്ചറും കൂടി അതിനകത്ത് അഡീഷണലി വരുന്നുണ്ട്. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് ടാറ്റ വാഹനങ്ങളിൽ കർവിലൊക്കെ കണ്ടുവന്നിരുന്ന സെയിം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതിന്റെ ഇന്നർ പോർഷൻ ഒരു വൈറ്റ് ഫിനിഷിലും ഔട്ടർ ഒരു ബ്ലാക്ക് ഫിനിഷിലും കൊടുത്തിരിക്കുന്നു. ബാക്ക് ലൈറ്റഡ് സ്റ്റിയറിംഗ് വീലാണ്. താഴത്തെ പോർഷൻ നമുക്കൊരു സിൽവർ ഫിനിഷിൽ കാണാം. ഒരു ഡി കട്ട് സ്റ്റിയറിംഗ് വീല് വരുന്നു. അതിനകത്ത് നമുക്ക് ഇടതുവശമായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും കാണാം. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റി ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് ടോപ്പ് എൻഡിൽ വരുന്നത്. ഇതിനകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് ഇടതുവശമായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പറുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള സ്ക്രീൻ തന്നെയാണ് വരുന്നത്. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. അതിനകത്തുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡ്രൈവർ അസിസ്റ്റ്, വെഹിക്കിൾ ഇൻഫർമേഷൻ, TPMS, പിന്നെ നാവിഗേഷൻ, FM-ന്റെ ഫീച്ചർ, അതായത് നമ്മുടെ സെൻട്രൽ സ്ക്രീനിൽ വരുന്ന മ്യൂസിക്കൽ നാവിഗേഷന്റെ ഫീച്ചേഴ്സും നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മളുടെ ഹരിയറിലൊക്കെ കണ്ടുവന്നിരുന്ന ഇൻഫർടൈൻമെന്റ് സ്ക്രീനിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഉണ്ടാവേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിലും ടാറ്റ കൊടുത്തിട്ടുണ്ട്. വളരെ പ്രീമിയം ആയിട്ട് എന്താ പറയുക, നമുക്ക് ഒരു HD ഡിസ്പ്ലേയോട് കൂടി വരുന്ന സ്ക്രീന് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് AC-യുടെ കൺട്രോൾസ് കാര്യങ്ങൾ കാണാം. പിന്നെ മറ്റ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. അതിനകത്ത് ആമസോൺ അലക്സയുടെ ഫീച്ചർ വരുന്നുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഡോൾബിയുടെ ഡെമോ ഡോൾബി അറ്റ്മോസ് ആണ് അതിനകത്ത് വരുന്ന സ്പീക്കേഴ്സ്. JBL മോഡുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇമേജ് വ്യൂവർ, അങ്ങനെ ഈ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ ടാറ്റയുടെ ഹരിയർ പോലെ ടോപ്പ് എൻഡിലൊക്കെ കണ്ടുവന്നിരുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കാണാനായിട്ട് പറ്റും. സറൗണ്ട് വ്യൂ എന്നും പറയുന്നത് നമുക്ക് 360 ക്യാമറയുടെ സറൗണ്ട് വ്യൂ, അത് ആ ഫുൾ സ്ക്രീനിൽ തന്നെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ 3D വ്യൂവിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ മാത്രം, ബാക്ക് ക്യാമറ മാത്രം, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്നത്. അതിപ്പോൾ ഫ്രണ്ടിലൊരു കസ്റ്റമർ വന്ന സമയത്ത് പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്ത സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC-യുടെ കൺട്രോൾസ് കാണാം. അവിടെയുള്ള നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ സെൻറ്ററിലൊരു ഗ്ലോസി ലൈൻ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്കിവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം. ഇതിനകത്ത് ഒരു സൗണ്ട് ബാറാണ് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. 12 സ്പീക്കറിൻ്റെ JBL-ന്റെ സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. പ്രീമിയം ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു JBL-ന്റെ സിസ്റ്റമാണ്. അതിനകത്ത് 4 സ്പീക്കർ, 4 ട്യൂട്ടർ, സെൻറ്റർ സ്പീക്കർ, ബാക്കിൽ ഒരു സബ് വൂഫർ, പിന്നെ 2 സൗണ്ട് ബാർ, അങ്ങനെ 12 സ്പീക്കറിൻ്റെ ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടാറ്റയുടെ നോർമൽ വാഹനങ്ങളെല്ലാം കാണുന്ന ആ ഒരു സെൻട്രൽ കൺസോൾ കാണാനായിട്ട് പറ്റും. അതിനകത്ത് ബാക്കിലെ ഹസാർഡ് ലൈറ്റ്, ഫ്രണ്ടിലെ ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ, ഹിൽ ഡിസൈൻ കൺട്രോൾ, നമ്മളുടെ ഫ്രണ്ടിലെ ഫോഗ് ലൈറ്റ്, ബാക്കിലെ ഫോഗ് ലൈറ്റ്, ഹിൽ ഡിസൈൻ, ഹസാർഡ്, ലോക്ക് ആൻഡ് അൺലോക്ക്, 360 വ്യൂ. അപ്പോൾ ഇവിടെയും നമുക്ക് 360 വ്യൂവിൻ്റെ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ AC-യുടെ കൺട്രോൾസ് കാണാം. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് റിയറിലെ ഡിഫോഗർ, പിന്നെ AC-യുടെ ഫാനിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ, AC ഓൺ ഓഫ് ചെയ്യാനുള്ള ഓട്ടോ AC-യുടെ അങ്ങനത്തെ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് വരുന്നത്. അതിന് താഴെ നമുക്ക് ഇവിടെ ഒരു Type C ചാർജിംഗ് പോർട്ടും 65 വാട്ട്സിൻ്റെ വേറൊരു ചാർജിംഗ് പോർട്ടും കാണാം. ഇതാണ് കീ വരുന്നത്. മറ്റാ ടാറ്റ വാഹനങ്ങളിൽ വ്യത്യസ്തമായി കർവിലൊക്കെ കണ്ട ആ ഒരു സെയിം മോഡൽ കീ ആണ് ഈ വാഹനത്തിലും ടാറ്റ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിംഗ് പാഡ് കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഈ സെൻട്രൽ കൺസോളും ഒരു ഇവിടെ കണക്ട് ആവാത്ത രീതിയിൽ EV വാഹനങ്ങളിലൊക്കെ കാണുന്ന രീതിയിലാണ് ടാറ്റ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗിയർ നോബ് നെക്സോണിൽ തൊട്ട് കാണുന്ന സെയിം ഗിയർ നോബ് തന്നെയാണ് ഇത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കറിയാം AMT ഒന്നും വരുന്നില്ല. ഓട്ടോ പാർക്ക് ബ്രേക്ക് കാര്യങ്ങൾ ഉൾപ്പെടുന്നുള്ളതാണ്. ഇതിനകത്ത് വേറൊരു ഫീച്ചർ നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. ഇതിനൊരു പാർക്ക് ബ്രേക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്താണ് പാർക്ക് ബ്രേക്ക് ഡിസേബിൾ ആവുക.
അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറെസ്റ്റ് കാണാം, സോഫ്റ്റ് ടച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ലെതർ സീറ്റുകളാണ്. ഇതിനകത്തൊരു ബോസ് മോഡിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബാക്കിലെ യാത്രക്കാരന് ഈ സീറ്റ് അവിടെ ഇരുന്ന് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് അതിലൊരു എക്സ്റ്റൻഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടോ ഡിമ്മിങ്ങുള്ള IR/VMS കാര്യങ്ങൾ വരുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് അത് എക്സ്റ്റൻഷൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് ലൈറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സൺറൂഫിൻ്റെ കൺട്രോൾസ് ആണ്. സെഗ്മെന്റിലെ ബെസ്റ്റ് സൺറൂഫ് അല്ലെങ്കിൽ ബിഗസ്റ്റ് സൺറൂഫ് ഇപ്പോൾ വരുന്നത് നമ്മളുടെ CRAയിലാണ്. ഇനി ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചർ ലൈറ്റും കൂടി ഉൾപ്പെടെയുള്ള ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കോർണറിലായിട്ട് നിങ്ങൾക്ക് ഡോൾബി ആറ്റ്മോസിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് ആണ്. ഇതിനകത്ത് ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഗ്രീനിഷ് കളറിൽ ആംബിയൻ ലൈറ്റും ഇതിനകത്ത് വരുന്നുണ്ട്. ആംബിയൻ ലൈറ്റിൻ്റെ കളർ കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളിൽ കാണാത്ത അത്രയും ഫീച്ചേഴ്സും അത്രയും പ്രീമിയം ഇന്റീരിയറാണ് പുതിയ CRAയിൽ വന്നിരിക്കുന്നത്. നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ വന്ന് കാണുന്ന പോലെ തന്നെ ഇന്റീരിയറും വന്നൊന്ന് ചെക്ക് ചെയ്ത് ഇരുന്ന് ഫീൽ ചെയ്യേണ്ടത് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ സീറ്റിലിരിക്കുകയാണെങ്കിൽ ബോണറ്റെല്ലാം കണ്ട് നല്ലൊരു ഉയർന്ന സീറ്റിംഗ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഒരു പക്ക ഒരു എന്താ പറയുക, ഒരു ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫീൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ട്യൂട്ടേഴ്സൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. അതിൻ്റെ വശങ്ങളിലായിട്ട് നമുക്ക് രണ്ട് വശത്തും ഒരു പ്രീമിയം സിൽവർ ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഇന്റീരിയറാണ് CRAയിൽ വരുന്നത്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. സെഗ്മെന്റിലെ ബിഗസ്റ്റ് ഡോറുകൾ എന്ന് പറയാം. കാരണം ഈ ഒരു യെല്ലോ പോർഷനും കൂടി നമുക്ക് ബാക്ക് ഡോറിന്റെ കൂടെ വരുന്നത് കൊണ്ടാണ് അത്ര വലുപ്പമുള്ള ഡോറായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 80 ഡിഗ്രി വൈഡിൽ ഡോർ തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ് ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. ആ ഫ്രണ്ടിൽ കണ്ട രീതിയിൽ തന്നെയാണ് ബാക്കിലെയും ഡിസൈൻ എലമെന്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കാണാം. നമുക്കൊരു സൺ ബ്ലൈൻഡ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ വെതർ കണ്ടീഷൻ എന്തുകൊണ്ടും അത്യാവശ്യമുള്ള കാര്യമാണ്. ട്യൂട്ടേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ കണ്ട പോലെ ആ ഒരു പ്രീമിയം സിൽവർ ഫിനിഷിനകത്തായിട്ടാണ് ട്യൂട്ടേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബാക്കിലെ ഡോറിന്റെ അവിടെ നമുക്ക് ആ ഒരു ഇൻഡിക്കേഷൻസ് കാണാനായിട്ട് പറ്റും. കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ കൊടുത്ത് സ്പീക്കർ വീല് കാണാം. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലെതറിറ്റ് ഒരു ബാക്ക് സ്പേസ് ആണ് നമുക്ക് ആദ്യം കാണാം. കപ്പ് നമ്മുടെ സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ സിൽവർ ഫിനിഷ് കാണാം. 2 Type-C ചാർജിംഗ് പോർട്ടാണ്. ഒരെണ്ണം 65 watts ആണ്. എല്ലാം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ സീറ്റ് നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സെന്റർ ആംറെസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതിന് കപ്പ് ഹോൾഡേഴ്സ് കാണാം. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ കാണാം. ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീ റൂമാണ്. മാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെന്റിൽ ഇത്രയും ലെഗ് റൂമുള്ള വാഹനം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അത്രയും ലെഗ് റൂം ആൻഡ് നീ റൂമാണ് CRAയിൽ ലഭിക്കുന്നത്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നമ്മൾ നിവർന്നിരുന്നാൽ പോലും നമുക്ക് ഏകദേശം ഒരു 10 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ആണ്. സൺറൂഫ് ഉണ്ടെങ്കിലും അത് വലിയ കൺസേൺസ് ഒന്നും വരുന്നില്ല. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്കൊക്കെ കംഫർട്ടായിട്ട് ഒന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് പാർസൽ ട്രേ കാര്യങ്ങൾ വരുന്നുണ്ട്. വശങ്ങളിലായിട്ടാണ് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. അതിൻ്റെ ഹുക്ക് കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ബാക്ക് സീറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വിശാലമായ ബാക്ക് സ്പേസ് ആണ്. ഇപ്പോൾ ക്രെറ്റയോ സെൽട്ടോസോ ഗ്രാൻഡ് വിറ്റാരയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ അടുത്തൊരു സെഗ്മെന്റിലെ വാഹനങ്ങളിലേക്കാളും കൂടുതൽ ബാക്ക് സ്പേസ് നമുക്ക് CRAയുടെ ബാക്ക് സ്പേസിൽ കാണാനായിട്ട് പറ്റും. നമ്മളൊരു ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ്. നമുക്ക് ഫ്രണ്ട് എല്ലാം കണ്ട് വിശാലമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. നമ്മളുടെ എന്താ പറയുക, വിൻഡോ ഗ്ലാസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഷോൾഡർ ലൈനിൻ്റെ അടുത്ത് വരുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എയറി ഫീലും അകത്ത് ലഭിക്കുന്നുണ്ട്. CRAയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സെഗ്മെന്റിലെ സേഫസ്റ്റ് കാർ നമ്മുടെ ടാറ്റ CRA തന്നെയാണ്. CRAയുടെ ലോഞ്ച് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിരുന്നു. പലരും ക്രാഷ് ടെസ്റ്റ് ഭിത്തിമേലേക്ക് ഇരിക്കുമ്പോൾ ടാറ്റ ചെയ്ത 2 CRAകൾ തമ്മിൽ കൂട്ടിയിടിപ്പിക്കുകയാണ്. ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസൻ കൺട്രോൾ, 4 വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ് ഹെൽത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, TPMS, ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് സേഫ്റ്റി ഫീച്ചേഴ്സ് ബേസ് വേരിയന്റ് തൊട്ട് സ്റ്റാൻഡേർഡ് ആണ്. ഇപ്പോൾ ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അഡാസ് ലെവൽ 2 ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ടാറ്റ കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ 3 എഞ്ചിൻ ഓപ്ഷൻസിലാണ് CRA കൊടുത്തിരിക്കുന്നത്. അത് ഫസ്റ്റ് എഞ്ചിൻ 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. 106 HP ആണ് തരുന്ന പവർ. 145 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്.
ആ എഞ്ചിൻ നമ്മൾക്ക് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCT ഗിയർ ബോക്സുമായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. അതിന്റെ മൈലേജ് കാര്യങ്ങളൊന്നും കമ്പനി ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. എന്നാലും നമുക്കൊരു 12-13 മൈലേജ് അല്ലെങ്കിൽ 15 വരെയൊക്കെ മൈലേജ് അതിന് എക്സ്പെക്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും വലുപ്പമുള്ള ഒരു വാഹനമൊക്കെ ആണല്ലോ അത്. ഇനി രണ്ടാമത്തെ എഞ്ചിൻ കൊടുത്തിരിക്കുന്നത് അതും പെട്രോൾ എഞ്ചിനാണ്. 1.5 ടർബോ പെട്രോൾ ആണ്. 160 NMന്റെ 160 HP പവർ തരുന്ന 255 NM ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന നല്ല രസമുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്. അതാണ് നമ്മുടെ ടോപ്പ് എൻഡിൽ കൊടുത്തിരിക്കുന്നത്. ആ പെട്രോൾ എഞ്ചിനിൽ ഓട്ടോമാറ്റിക് മാത്രമേ വരുന്നുള്ളൂ, മാനുവൽ കാര്യങ്ങളൊന്നും തന്നെ ടാറ്റ കൊടുത്തിട്ടില്ല. ആ വാഹനത്തിന്റെ മൈലേജ് ഇപ്പോൾ റീസെന്റ് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ട പോലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എന്താ പറയുക, ഒരു റെക്കോർഡ് ഇട്ടൊരു മൈലേജ് ആണ് അതിന് കിട്ടിയിരിക്കുന്നത്. 29.9 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ആ വാഹനത്തിന് കിട്ടിയതായിട്ട് ടാറ്റ പറഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനാണ്. 118 HP ആണ് പവർ വരുന്നത്. 260 NM ആണ് ടോർക്ക് മാനുവലിനും. ഓട്ടോമാറ്റിക്കിന് 280 NMന്റെ ടോർക്കുമാണ് കിട്ടുന്നത്. സെഗ്മെന്റിലെ മോസ്റ്റ് ടോക്കിയസ്റ്റ് എഞ്ചിൻ അല്ലെങ്കിൽ സെഗ്മെന്റ് ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാം. അതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ടോർക്ക് കൂടുതലാണ്, മാനുവലിന് ടോർക്ക് കുറവാണ്. പക്ഷെ അതുകൊണ്ട് അത് ഓടിക്കാൻ നല്ല രസമാണ്. ഡീസൽ എഞ്ചിൻ ആണെങ്കിലും നല്ല രസമായിട്ട് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിപ്പോൾ ടർബോ പെട്രോൾ ആണെങ്കിലും നോർമൽ പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും NVH ഒക്കെ എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ടർബോ പെട്രോൾ ആണെങ്കിൽ വാഹനം നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അകത്തേക്ക് യാതൊരു നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കേൾക്കില്ല. വളരെ സൈലന്റ് ആണ് ഇന്റീരിയർ. ഇനി ഡീസൽ എഞ്ചിന്റെ മൈലേജ് നോക്കുകയാണെങ്കിൽ 24 ആയിരിക്കും കമ്പനി ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഒരു 18-20 ഇടയ്ക്ക് എന്താണെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന വാഹനത്തിന്റെ പ്രൈസാണ്. പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ CRAയുടെ ബേസ് വേരിയന്റ് സ്മാർട്ട് പ്ലസ് വേരിയന്റ് ഇൻട്രൊഡക്ഷൻ പ്രൈസ് ആയിട്ട് പെട്രോളിന് കമ്പനി പറയുന്നത് 11,49,000 രൂപയും ഡീസലിന് 12,99,000 രൂപയാണ്. അപ്പോൾ പെട്രോൾ മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്, ഇപ്പോൾ റീസെന്റ് ഓൺ റോഡ് പ്രൈസ് വന്നിട്ടുണ്ട്, 13,87,000 രൂപയാണ് പെട്രോൾ മാനുവലിന് ബേസ് പ്രൈസ് വരുന്നത്. ഡീസൽ മാനുവലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 12,99 ഇൻട്രൊഡക്ഷൻ പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 15,66,000 രൂപ. പ്രൈസിംഗ് ആണെങ്കിലും സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന പ്രൈസ് തന്നെയാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. ഒട്ടും ഓവറായിട്ടുള്ള പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല ആ ബേസ് വേരിയന്റിലെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത്. ഇനിയും സെക്കൻഡ് വേരിയന്റ് വരുന്നത് പ്യുവർ വേരിയന്റ് ആണ്. പ്യുവർ വേരിയന്റിൽ പെട്രോൾ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 15,65,000 രൂപ. പ്യുവർ വേരിയന്റിൽ തന്നെ നമുക്ക് DCA 7 സ്പീഡ് DCA ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സെക്കൻഡ് വേരിയന്റിൽ തന്നെ ഓട്ടോമാറ്റിക് കിട്ടും. ആ വാഹനത്തിന് 17,44,000 രൂപ. അതായത് CRAയുടെ ഒരു ഓട്ടോമാറ്റിക് പെട്രോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിനിമം 17 ലക്ഷം രൂപ, 17,40,000 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഡീസൽ വേരിയന്റും വരുന്നുണ്ട് പ്യുവറിൽ. 17,45,000 രൂപയാണ് ഡീസൽ മാനുവലിന്. 6 സ്പീഡ് ഡീസൽ ഓട്ടോമാറ്റിക്, അതായത് ഡീസൽ ഒരൊറ്റ ഡീസൽ എഞ്ചിനാ വരുന്നുള്ളൂ. അത് സെക്കൻഡ് വേരിയൽ തന്നെ അതിന്റെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 19,55,000 രൂപയാണ് ഡീസൽ ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസ്. അതായത് ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 19,55,000. തേർഡ് വേരിയന്റ് വരുന്നത് പ്യുവർ പ്ലസ് ആണ്. ആ വാഹനത്തിന്റെ പെട്രോൾ മാനുവലിന് 17,44,000 രൂപ ഓൺ റോഡ് പ്രൈസും ഓട്ടോമാറ്റിക് DCA ഓട്ടോമാറ്റിക്കിന് 19,54,000 രൂപ. ഡീസൽ മാനുവലിന് 19,55,000 രൂപ. ഡീസൽ ഓട്ടോമാറ്റിക്കിന് 21,37,000 രൂപ. ഇനി തേർഡ് വേരിയന്റ് വരുന്നത് അഡ്വഞ്ചർ വേരിയന്റ് ആണ്. ഇപ്പൊ റീസെന്റ് വന്ന ബുക്കിംഗ് പ്രകാരം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് അഡ്വഞ്ചറിനും അഡ്വഞ്ചർ പ്ലസിനുമാണ്. ഇപ്പൊ അഡ്വഞ്ചർ വേരിയന്റിലേക്ക് വന്ന പെട്രോൾ മാനുവലിന് 18,70,000 രൂപയും പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 20,51,000 രൂപയാണ്. ഡീസൽ അഡ്വഞ്ചർ വേരിയന്റിൽ നമുക്ക് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ, ഓട്ടോമാറ്റിക് വരുന്നില്ല. ആ വാഹനത്തിന് 20,16,000 രൂപ. പിന്നെയുള്ള വേരിയന്റ് അഡ്വഞ്ചർ പ്ലസ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും പ്രീമിയം ലുക്കും ഡ്യുവൽ സ്ക്രീന് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബെസ്റ്റ് വേരിയന്റ് അഡ്വഞ്ചർ പ്ലസ് വേരിയന്റിനെ വിളിക്കാം. ആ വാഹനത്തിലാണ് നമുക്ക് ടർബോ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാനുവൽ വരുന്നത് നമ്മുടെ നോർമൽ പെട്രോൾ എഞ്ചിനാണ്, നാച്ചുറൽ ആസ്പിറേറ്റഡ് ആണ്. ആ വാഹനത്തിന് 19,50,54,000 രൂപയും ഓട്ടോമാറ്റിക് വരുന്നത് നമ്മുടെ ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 21,96,000 രൂപയാണ് ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക്കിന് പ്രൈസ് വരുന്നത്. ടർബോ പെട്രോളിൽ മാനുവൽ ടാറ്റ കൊടുത്തിട്ടില്ല. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ 21 ലക്ഷം രൂപയാണ് അഡ്വഞ്ചർ പ്ലസ് ഡീസലിന്. അഡ്വഞ്ചർ പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക്കിന് 22,58,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. പിന്നെ വരുന്ന വേരിയന്റ് അക്കംപ്ലിഷ്ഡ് ആണ്. അതായത് ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് അക്കംപ്ലിഷ്ഡ് വേരിയന്റ്. അക്കംപ്ലിഷ്ഡ് വേരിയന്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. പക്ഷേ
3 സ്ക്രീനിൽ 2 സ്ക്രീൻ മാത്രമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 3 സ്ക്രീൻ ഉണ്ട്, പക്ഷേ ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല. അപ്പോൾ അഡ്വഞ്ചർ പ്ലസ് മാനുവലിൽ പെട്രോൾ മാനുവലിന് 21,96,000 രൂപയും ഓട്ടോമാറ്റിക് ടർബോയാണ് 24,38,000 രൂപയാണ്. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ 23,18,000 രൂപയാണ് ഡീസൽ മാനുവലിന്. ഡീസൽ ഓട്ടോമാറ്റിക്കിന് 24,39,000 രൂപ. ഇനി നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയന്റ് ആണ്. അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയന്റ് ഓട്ടോമാറ്റിക്കിന് 26,64,000 രൂപ. അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയന്റ് നമുക്ക് ഓട്ടോ ടർബോ ഓട്ടോമാറ്റിക്കിൽ മാത്രമേ വരുന്നുള്ളൂ. പെട്രോൾ ഡീസലിൽ പക്ഷെ നമുക്ക് മാനുവൽ അവൈലബിൾ ആണ്. 25,77,000 രൂപയും. ഡീസൽ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് ഡീസൽ ഓട്ടോമാറ്റിക്കിന് 27,03,000 രൂപ. അപ്പോൾ ഒരു 27 ലക്ഷം രൂപ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ടോപ്പ് എൻഡ് വേരിയന്റിന് 27 ലക്ഷം രൂപയും ബേസ് വേരിയന്റിന് ഡീസൽ ആണെങ്കിൽ 15,06,000 രൂപയും പെട്രോൾ ആണെങ്കിൽ 13,87,000 രൂപയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയന്റ് എടുക്കാം. നിങ്ങൾക്ക് ഫീച്ചേഴ്സിനനുസരിച്ച് വേരിയന്റുകൾ മാറിക്കൊണ്ടിരിക്കും. എന്തൊക്കെ ഫീച്ചറാണോ നിങ്ങൾക്ക് വേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഒരു വേരിയന്റ് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് പെരുമ്പാവൂരുള്ള ഗോകുലം മോട്ടോഴ്സിലാണ്. അവിടെ ഇപ്പോൾ വാഹനത്തിന്റെ ഡിസ്പ്ലേ അവൈലബിൾ ആണ്. 1-2 ദിവസം കൂടിയും കാണും. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സിയാറ എന്നല്ല, ടാറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ EV ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. സിയാറയുടെ അത്യാവശ്യം നല്ല രീതിയിൽ ബുക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യാനുള്ളവരാണെങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ബുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വാഹനം അവർ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ